ഹലോ എവരിവൺ, അരുണിമ മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചോദ്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കുന്ന സമയത്ത് എളുപ്പമാണ് അല്ലേ? അപ്പോൾ ഇതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ടെക്നിക്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതൊക്കെ സെപ്പറേഷൻ ടെക്നിക്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? ഹാൻഡ് പിക്കിംഗ് ഉണ്ട്, ത്രഷിംഗ് ഉണ്ട്, വിനോയിങ് ഉണ്ട്, സീവിങ്, ഫിൽട്രേഷൻ, ഡീകാൻറ്റേഷൻ, ചേർണിങ്, ഇവോപ്പറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇപ്പൊ മാഗ്നറ്റിക് സെപ്പറേഷൻ നിങ്ങളൊന്ന് നോക്കുന്ന സമയത്ത് അല്ലെ, എല്ലാത്തിനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് ആണുള്ളത്. മാഗ്നറ്റിക് സെപ്പറേഷൻ നോക്കുമ്പോൾ അത് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ മാഗ്നറ്റിക് സെപ്പറേഷൻ പോസിബിൾ ആവുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഹാൻഡ് പിക്കിംഗ് നോക്കുകയാണെങ്കിൽ അവൾ എന്ത് ചെയ്യണം, അതിന്റെ ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഏതാണോ ഹാൻഡ് പിക്ക് ചെയ്യുന്ന ആ ഒരു വസ്തു എന്നുള്ളത് കറക്റ്റായിട്ട് അതിനായിട്ടുള്ള കുറേ പ്രത്യേകതകൾ ഉണ്ടാകും. ഇപ്പം രണ്ട് വസ്തുക്കളും നമ്മൾ നോക്കുമ്പോൾ ഹാൻഡ് പിക്കിങ്ങിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ കണ്ണിനത് എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ സൈസിൽ വ്യത്യാസം ഉണ്ടാവണം, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും, കളറിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനെ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. അപ്പം ഇവിടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 4 സെനറിയോസ് കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രാൻഡ് ഫ്ലോർ മിക്സ്ഡ് വിത്ത് ബ്ലാക്ക് ഗ്രാം, ചോക്ക് പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടർ, കോൺ മിക്സ്ഡ് വിത്ത് പൊട്ടറ്റോസ്, അയൺ പൗഡർ മിക്സ്ഡ് വിത്ത് സോഡസ്റ്റ്, ഓയിൽ മിക്സ്ഡ് വിത്ത് വാട്ടർ. അപ്പൊ ഹാൻഡ് പിക്കിംഗ് ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, ഡീകാൻറ്റേഷൻ ഉണ്ട്, സീവിംഗ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്. ഏതായിരിക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അയൺ പൗഡർ മിക്സ്ഡ് വിത്ത് സോഡസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, അയണിനെ കണ്ട ഉറപ്പിച്ചു അത് ഏത് തന്നെയായിരിക്കും, മാഗ്നറ്റിക് അല്ലെ. അയൺ എന്താണ്, മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതായിരിക്കും. ഇനി നോക്കിക്കേ, കോൺ മിക്സ്ഡ് വിത്ത് പൊട്ടറ്റോസ്. അപ്പൊ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, നമുക്ക് അറിയുന്നതൊക്കെ വേഗം ചെയ്യാം. അപ്പൊ കോണും അതേപോലെ തന്നെ പൊട്ടറ്റോയും രണ്ട് സാധനങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ലേ? അപ്പൊ അത് എന്തായിരിക്കും, ഹാൻഡ് പിക്കിംഗ് ആയിരിക്കും. പിന്നെയും ഉണ്ട് അല്ലെ ആളുകള്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ നോക്കാം. ഗ്രാം ഫ്ലോർ മിക്സ്ഡ് വിത്ത് ബ്ലാക്ക് ഗ്രാം ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് സീവിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ചോക്ക് പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടർ. ചോക്ക് പൗഡറും വാട്ടറും, വാട്ടർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ആണ്. ചോക്ക് പൗഡർ ആകുമ്പോൾ അല്ലെ അതിന്റെ പാർട്ടിക്കിൾ കുറച്ചും കൂടി വലുപ്പമുള്ള ആളുകളാണ്. അപ്പൊ അതിനെ നമ്മൾ ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളം യൂസ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങുകയും ചെയ്യും, ചോക്ക് പൗഡർ ബാക്കിയാവുകയും ചെയ്യും. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞു കോൺ ആണെങ്കിൽ ഹാൻഡ് പിക്കിംഗ് ആണ്, അയൺ പൗഡർ മാഗ്നറ്റിക് ആണ്, ഓയിൽ മിക്സ്ഡ് വിത്ത് വാട്ടർ ആണെങ്കിൽ ഡീകാൻറ്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, മിൽക്കിനകത്ത് നിന്ന് നമുക്ക് ബട്ടറിനെ വേർതിരിക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഇതിലൊന്നും പെടാത്തൊരു മെത്തേഡാണ് അല്ലെ, ചേർണിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ട് കാലം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ, ബട്ടർ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മിൽക്കിൽ നിന്ന് ബട്ടർ സെപ്പറേഷന് വേണ്ടിയിട്ട്. ഹാൻഡ് പിക്കിങ്ങും അതേപോലെ തന്നെ മെഷീനും ആയിട്ടുള്ള രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, എഴുതാൻ വേണ്ടി പറ്റണം. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ അല്ലെ തൈര് വെണ്ണ കടഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ചോദിക്കാം. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾ കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നും കൂടെ ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.